അമ്മേ ഇല്ലില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓ, എന്ത് ചെയ്യാനാ, നമ്മൾ കെട്ടിയപ്പോ അങ്ങനെ കെട്ടിപ്പോയില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, നോക്കാതെ പറ്റത്തില്ലല്ലോ. ഭയങ്കര ശല്യമാണല്ലോ സത്യം പറഞ്ഞാല്. അമ്മുമ്മയും കൊച്ചുമോളെ ഇവിടെ ഓടിക്കണം, എന്നാലേ സമാധാനം ആവത്തുള്ളൂ. ശരി അമ്മ, കണ്ടു വെക്കുന്നു. ശരി അമ്മ. അവള് ബാഗ് പൊട്ടിച്ചു നിൽക്കുക. ആര് പറഞ്ഞു നിന്നോട് ബാഗ് പൊട്ടിക്കാൻ? ഒരാഴ്ച എല്ലാ ദിവസം എനിക്ക് ബാഗ് മേടിക്കണോ? കഴിഞ്ഞ വർഷം മേടിച്ച ബാഗാ. തുറക്കട്ടെ അവിടെ. ഇപ്പൊ ഉണ്ടില്ലേ അവള് ഒന്നും അറിയാത്ത പോലെ. കേറി പോടി അവത്തോട്ട്. ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. സമയത്ത് വന്നെടുത്ത് കഴിച്ചോളും. ആരും കണ്ടു ഇവിടെ കയറി ഇരിക്കാൻ നിന്നോട്? ഇറങ്ങ കേറണം അങ്ങോട്ട്. താഴെ ഇരിക്കും, സ്ഥലം ഉണ്ടല്ലോ താഴെ ഇരിക്കാൻ. കേറി ഇരിക്കുവാ അതിൻ്റെ അകത്ത്. അവിടെ ഇരിക്കും, താഴെ ഇരുന്ന് കഴിച്ചേ. ചിരി കണ്ടില്ലേ അവര്? അവിടെ ഇരിക്കും മര്യാദക്ക്. തളയില്ലാത്ത കുഞ്ഞ. എന്റെ കാലം കഴിഞ്ഞാ എന്ത് ചെയ്യും? ഇതൊരു പെൺകുഞ്ഞല്ലേ. അവളെ കെട്ടിക്കൊണ്ടു വന്നപ്പോ അവൾ ആദ്യമൊക്കെ അങ്ങ് സ്നേഹമായിട്ട് അഭിനയിച്ച്, ഇപ്പൊ എന്റെ കുഞ്ഞിനോടൊരു സ്നേഹം പോലും ഒക്കെ ഇല്ല. എന്റെ കാലം കഴിഞ്ഞാ ഇതെങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും? അമ്മ പാല് വാങ്ങിക്കാൻ പോയതായിരുന്നു മോനെ അവൾ അടിച്ചോടെ? അടിച്ചോ? നല്ല ചൂടുണ്ടല്ലോ എന്റെ മോക്ക്. മോളെ, കുഞ്ഞിന് നല്ല ചൂടുണ്ട് മോനെ. നമുക്ക് കുഞ്ഞിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോവാം. പൈസ വേണേ തരാൻ കൊണ്ടുപോകും. എനിക്കിപ്പോ എന്തായാലും വരാൻ സൗകര്യമില്ല. മോനെ ആക്റ്റീവി ഒന്ന് എടുക്കും, നമുക്ക് വണ്ടിയിൽ ഒന്ന് പോയി. ഞാൻ അതിനല്ലേ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടിമയാണോ? അങ്ങനൊന്നും പറയല്ലേ മോനെ. ഇവിടെ ചൂടെവിടെയാ? കൊച്ചിനെ ഭക്ഷണമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്ക് പോത്താറല്ല. അങ്ങനെ പറയരുത് മോനെ. നാളെ നിനക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതിന്റെ വേദന നിനക്കറിഞ്ഞ. ഒരമ്മയും ഒരു കൊച്ചുമോളും കൂടെ ഇറങ്ങി തിരിച്ചേക്കുവാ. പൈസ തരാൻ വേണേ കൊണ്ടുപോകും. എനിക്കിപ്പോ സൗകര്യം ഇല്ല. ഇപ്പൊ അസുഖമില്ലാത്ത കൊച്ചിനെ വെറുതെ അസുഖക്കാരിയാക്കാൻ നോക്കുക. പുന്നാരം വെച്ച് തള്ളയാ ഏറ്റവും കൂടുതൽ ശരിയാക്കുന്നത്. എവിടെ ചൂടെവിടെയാ? ചൂടുണ്ടോ എനിക്ക്? അങ്ങനെ പറയരുത് കുഞ്ഞെ. ചൂടുള്ളവർക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? നീ വരണ്ട, ഞാൻ എങ്ങനെയാലും എന്റെ കുഞ്ഞിനെ അന്നെ കൊണ്ടുപോകും. എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോകും. ശല്യങ്ങൾ രണ്ടും ഇവിടുന്ന് ഒഴിഞ്ഞു പോയാലും എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും.